വിശദമായ വാർത്തകളിലേക്ക്. വേനലവധിക്ക് ശേഷം കുടയും ബാഗുമായി സ്കൂളുകളിലേക്ക് തിരികെ എത്തിയ കുരുന്നുകൾ. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ജില്ലയിലെ വിദ്യാലയങ്ങളിലും പുതിയ അധ്യയന വർഷത്തിന് ആഘോഷമായ തുടക്കമായി. ജില്ലാതല പ്രവേശനോത്സവം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലാകെ ഇത്തവണ 84,128 കുട്ടികൾ പ്രവേശനം നേടിയപ്പോൾ ഒന്നാം ക്ലാസ്സിൽ മാത്രം 1533 കുരുന്നുകൾ പ്രവേശനം നേടി. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയക്രമവുമടക്കം സമഗ്രമാറ്റത്തോടുകൂടിയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവങ്ങൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂളുകൾ നിങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഇടം മാത്രമാണ് എന്ന ധാരണയോടെ കാണരുത്. വീട് വിട്ടാൽ മറ്റൊരു വീടാണ് സ്കൂൾ എന്നാണ് കാണേണ്ടത്. അധ്യാപകരും സഹപാഠികളും നിങ്ങളുടെ രക്ഷാകർത്താക്കളും സഹോദരന്മാരുമാണ് എന്ന നിലയിൽ കാണേണ്ടതായിട്ടുണ്ട്. ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയത് അസൂയാവഹവും അഭിമാനകരവുമായ നേട്ടമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ 5000 കോടി രൂപയാണ് സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഗവൺമെന്റ് ചെലവഴിച്ചത്. 5 കോടിയും 3 കോടിയും 1 കോടിയും എല്ലാം മുടക്കി പഴയകാല സങ്കല്പങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളായി ക്ലാസ് റൂമുകളായി മാറി. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി 84,128 കുട്ടികളാണ് പുതിയതായി ജില്ലയിൽ പ്രവേശനം നേടുന്നത്. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള കണക്കാണിത്. ആകെ വിദ്യാർത്ഥികളിൽ 40,472 പെൺകുട്ടികളും 43,656 ആൺകുട്ടികളുമാണ്. സർക്കാർ സ്കൂളുകളിൽ 25,046 കുട്ടികൾ പ്രവേശനം നേടിയിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ 1533 കുട്ടികൾ പ്രവേശനം നേടി. ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും താലൂക്ക് തല പ്രവേശന ഉത്സവങ്ങളും പഞ്ചായത്ത് തല പ്രവേശന ഉത്സവങ്ങളും നടന്നു. ഏറെ ആഹ്ലാദകരമായ നിമിഷങ്ങളായിരുന്നു എല്ലാ സ്കൂളുകളിലും രാവിലെ ദർശിക്കുവാനായത്. ആദ്യ 2 ആഴ്ചകളിൽ പാഠപുസ്തക പഠനമില്ല. പരിസര ശുചീകരണം, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റം എന്നിങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും പഠിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.